ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം ഇന്ന് രാത്രിക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവശക്തനായ ദൈവത്താൽ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി തിരുവചനത്തെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത എന്ന് പറയുന്നത് നിന്റെ പ്രവൃത്തികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പദ്ധതികൾ, തീരുമാനങ്ങൾ, ഇതൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നാം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നാം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന, നാം ചിന്തിക്കുന്ന, നമ്മുടെ മുന്നോട്ടുള്ള പദ്ധതികൾ എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ സർവശക്തനായ ദൈവം ആ പ്രവൃത്തിയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് ഭരമേൽപ്പിക്കുക, എന്നാൽ നിന്റെ ആലോചനകൾ സ്ഥിരപ്പെടും. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണോ, നീ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ, നിന്റെ ആവശ്യങ്ങൾ എന്താണോ, അത് മനുഷ്യനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ഭരമേൽപ്പിക്കുക. അത് ആലോചനകളെ സ്ഥിരപ്പെടുത്തുവാനിടയായിത്തീരും. നാം ആലോചിക്കുമ്പോൾ തന്നെ, നാം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ കാര്യതികൾ എന്താണോ അത് സർവശക്തനായ ദൈവത്തെ നാം അറിയിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ ആലോചനകളെ സ്ഥിരപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനെ മറികടന്നു പോകുന്ന ദൈവമല്ല. എൻ്റെ ആലോചന എന്താണോ, എൻ്റെ പ്രവൃത്തി എന്താണോ, എൻ്റെ ചിന്ത എന്താണോ, അത് സർവശക്തനായ ദൈവത്തിന് ഹിതപ്രകാരം ഉള്ളതാണെങ്കിൽ സർവശക്തനായ ദൈവം അതിനെ സ്ഥിരപ്പെടുത്തി മാനിക്കുവാനിടയായിത്തീരും. ശത്രു അതിനെ തകർത്തു കളയാനോ അപകരിച്ചു കളയുവാനോ അനുവദിക്കാതെ ദൈവിക സംരക്ഷണ വലയത്തിൽ നമ്മെ മറച്ച് പരിപാലിക്കപ്പെടുവാനിടയായിത്തീരും. പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 പത്രോസ് 5:7 നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നു. അപ്പോൾ എൻ്റെ സകല ചിന്തയും, നിങ്ങളുടെ സകല ചിന്തയും സർവശക്തനായ ദൈവത്തെ ഭരമേൽപ്പിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ അവൻ നിങ്ങൾക്കായി കരുതുവാൻ തക്കവണ്ണമിടയായിത്തീരും. നിങ്ങളുടെ പ്രവൃത്തി എന്താണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം എന്താണോ, അത് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവാത്മാവ് അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. സങ്കീർത്തന പുസ്തകം 37-5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കുവാനിടയായിത്തീരും. നിന്റെ വഴി, നീ പോകേണ്ടുന്ന വഴി, നീ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് മനുഷ്യനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് പറയുന്നത് അത് സർവശക്തനായ ദൈവത്തെ ഏൽപ്പിക്കാൻ, ഭരമേൽപ്പിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ അവൻ അത് നിർവഹിക്കുവാനിടയായിത്തീരും. അതെന്തു വഴിയുമായിക്കോട്ടെ, ജീവിത മേഖലയിൽ അലട്ടുന്നതായ ഏത് സാഹചര്യവുമായിക്കോട്ടെ, ആ സാഹചര്യങ്ങളെ, നിന്റെ വഴികളെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ മനുഷ്യന് കാണാൻ കഴിയാത്ത കണ്ണ്, മനുഷ്യന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത പ്രവൃത്തി സർവശക്തനായ ദൈവം അവിടെ പ്രവർത്തിച്ച് സ്വർഗം മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിന്റെ സാഹചര്യങ്ങളെ ദൈവം അവിടുന്ന് മാറ്റി ഒരു വലിയ പൊതുവഴിയെ തുറന്ന് സ്വർഗം അനുഗ്രഹിക്കുവാനിടയായിത്തീരും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യം വായിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ നിന്റെ പാതകളെ നേരെ ആക്കും. പൂർണ്ണ ഹൃദയത്തോടെ, ഭാഗികമായ ചിന്തയോടോ പകുതി മനസ്സോടോ അല്ല, പൂർണ്ണ ഹൃദയത്തോടെ, പകുതി മനസ്സ് ലോകത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരിലും ഏൽപ്പിച്ചിട്ട് പകുതി മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്നില്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവം വചനത്തിൽ കൂടി വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്,
നിന്റെ ഹൃദയം പൂർണ്ണമായും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ പാതകളെ ദൈവാത്മാവ് അവിടുന്ന് നേരെയാക്കുവാൻ ഇടയായിത്തീരും. പാതകളെ നേരെയാക്കുക എന്ന് പറയുമ്പോൾ മുന്നോട്ടുള്ള യാത്രകളെ, മുന്നോട്ടുള്ള വഴികളെ ദൈവാത്മാവ് അവിടുന്ന് അത്ഭുത പ്രവർത്തികളിൽ കൂടി നേരെയാക്കുവാൻ, എന്ന് വെച്ചാൽ ദുർഘടങ്ങളെ മാറ്റി ആമേൻ, പ്രതികൂലങ്ങളെ മാറ്റി ഒരു അനുകൂലത്തിന്റെ അനുഭവത്തെ നൽകി തന്ന സർവശക്തനായ ദൈവം നിന്നെ മാനിക്കും എന്ന ദൈവാത്മാവിൽ വ്യക്തമായി ആലോചന അറിയിക്കുകയാണ്. അതുകൊണ്ട് തിരുവചനം ഞാൻ പറയുന്നു, നിന്റെ സകല ചിന്തകളും നിന്റെ പ്രവർത്തികളും നീ ദൈവത്തെ ഫലമേൽപ്പിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ യാത്രകളെ സഫലമാക്കുന്ന, നിന്റെ പാതകളെ നേരെയാക്കുന്ന, നിന്റെ വിഷയത്തിന് പരിഹാരം തരുന്ന, നിന്റെ വിഷയത്തെ നേരെയാക്കി തരുന്ന സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. വിഷയം എന്തുമായിക്കോട്ടെ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം എന്തുമായിക്കോട്ടെ, പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന പാതകൾ, ദുർഘടം പിടിച്ച പാതകളും കല്ലുകളും മുള്ളുകളും നിറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളും ആയിരിക്കും. സർവശക്തനായ ദൈവം പറയുന്നു, നീ പൂർണ്ണ ഹൃദയത്തോടെ, നീ പൂർണ്ണ ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തിൽ തന്നെ നിന്റെ ഹൃദയത്തെ ഫലമേൽപ്പിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ പാതകളെ സർവശക്തനായ ദൈവം നേരെയാക്കി തരുവാനിടയായിത്തീരും. ഒരു മനുഷ്യനും നിന്റെ പാതയെ നേരെയാക്കി തരാൻ കഴിയത്തില്ല. ഒരു ഗവൺമെന്റിന് നിന്റെ പാതയെ നേരെയാക്കി തരാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും നിന്റെ വഴികളിൽ നേരെയുള്ള വഴികളിൽ നടത്താൻ കഴിയത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സമർപ്പിക്കാൻ നീ തയ്യാറാകുന്നു. എവിടെ തടസ്സമായി നിൽക്കുന്ന പാതയാണോ, എവിടെ പരാജയപ്പെട്ട് നിൽക്കുന്ന പാതയാണോ, അതിനെ നേർനിലമാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം, നേരെയാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം, ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.